ഹായ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ, ഈ BSNL പരാതിയെന്നും പറഞ്ഞു. അത് നമ്മുടെ സെൽഫ് എനുമറേഷൻ ചെയ്യുന്നതിന് എനിക്ക് സൈറ്റ് കിട്ടാതെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. അല്ലെങ്കിലും സ്ഥിരം അത് തന്നെയാണ് കേട്ടോ, ഈ BSNLുകാർ നമുക്ക് ശരിക്കും BSNL എന്നല്ല, എല്ലാ കമ്പനിക്കാരും അങ്ങനെ തന്നെയാണ്. നമ്മളോട് കാശ് വാങ്ങുന്നു, എന്നാൽ കൃത്യമായിട്ട് നമുക്ക് സേവനം തരുന്നില്ല. നമുക്ക് വേണ്ട നെറ്റാണുള്ളൂ. അപ്പോൾ ഈ നെറ്റില്ലാതെ ഇപ്പോൾ പറ്റില്ല എന്നുള്ളിടത്തേക്കാണ് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ കണ്ടില്ലേ, ആ എനുമറേഷൻ ചെയ്യാൻ നെറ്റ് ഉപയോഗിച്ചത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ സൈറ്റ്, ഞാൻ ആ വീഡിയോ ഇട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സൈറ്റ് എനിക്ക് തുറന്നു കിട്ടി കേട്ടോ. ഞാനത് വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. അതിനകത്ത് കയറാനുള്ള ആ താമസം എനിക്കുണ്ടായുള്ളൂ. അപ്പോൾ അത് കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല കമൻറ്റുകളും നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ കമൻ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇന്നലെ ചെയ്യാൻ കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ട് വളരെ ലളിതമായിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പവും ഇല്ലാതെ ചെയ്യാൻ കഴിയും. എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഞാൻ പണ്ടേ പറയാറില്ല, വിദ്യാഭ്യാസം തീരെയില്ല, ഒരു 4ാം ക്ലാസ് വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഏറ്റവും വലിയൊരു കുറവ് എനിക്കുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യാൻ എളുപ്പമായിട്ട് കഴിയും. നെറ്റ് ഇപ്പം നമുക്കൊരു കൂടപ്പിറപ്പായി മാറിയിരിക്കുകയാണ്. കാരണം നെറ്റ് എല്ലാത്തിനും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ആരോഗ്യ ആശുപത്രിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ടോക്കൺ ബുക്ക് ചെയ്തു. ടോക്കൺ ബുക്ക് ചെയ്യുകയല്ല, സർക്കാർ ആശുപത്രികളിൽ നമുക്കൊരു ടോക്കൺ സംവിധാനം ഉണ്ടല്ലോ, ഈ മറ്റേ ഓൺലൈൻ വഴി അതിനകത്ത്. അപ്പം അതൊക്കെ നമുക്ക് ഒരു വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. ഇപ്പോൾ ഈ മൊബൈലുള്ളത് കൊണ്ട്, നെറ്റുള്ളത് കൊണ്ട് വളരെ ഉപകാരമാണ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. എന്നെ സംബന്ധിച്ച് ലോഗിൻ ചെയ്ത് കയറുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതാണ് എനിക്കുള്ളൊരു വിഷമം. ലോഗിൻ ചെയ്യാത്ത ഏതൊരു കാര്യവും ഞാനതങ്ങ് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ബുദ്ധിമുട്ട് വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്ന് സൈറ്റ് തുറന്നു കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആ ക്യാച്ച് എന്ന് പറഞ്ഞ ആ സംഭവം, അത് ഞാനൊരു 8-10 പ്രാവശ്യം ഇങ്ങനെ മാറി മാറി ചെയ്തേ പിന്നെയാണ് എനിക്കത് റെഡിയായത്. അത് ഓരോ പ്രാവശ്യം അവരത് ശരിയല്ല എന്ന് തിരസ്കരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീടിന് മുകളിലേക്ക് കൊണ്ടുവന്ന് നിർത്തേണ്ട ആ ഒരു സംഭവമുണ്ട്. എന്താ, ഇത് മറന്നു പോവുകയാണ്. ഇതാണ് ഈ പ്രായമായാലത്തെ കുഴപ്പം. അത് ലൊക്കേഷൻ കാണിക്കാൻ, കൃത്യമായിട്ട് ലൊക്കേഷൻ കാണിക്കാൻ എനിക്ക് അത് ക്ലിയർ ആകുന്നില്ലായിരുന്നു. അത് എത്ര ചെയ്താലും അത് ശരിയാകുന്നില്ല. അതും ഒരു പ്രകാരത്തിലൊക്കെ അങ്ങ് ചെയ്ത് അതിൻ്റെ ഒരു മാപ്പ് നമുക്ക് കൃത്യമായി കിട്ടാൻ, ലൊക്കേഷൻ കിട്ടാൻ ഇച്ചിരി ഒരു വലിയ പാടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ ഈ കാലാവസ്ഥയുടെയൊക്കെ ആയിരിക്കും. അത് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നുള്ളൂ. പിന്നെ ഞാനൊരു ഏകദേശ രൂപത്തിൽ അത് ഒപ്പിച്ചൊക്കെ വെച്ചു. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന, വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കളക്ടറുടെ പേജിലൂടെ ഞാൻ അതിന് പല വീഡിയോകളും പലരും ചെയ്തേക്കുന്നത് കണ്ടു, അതനുസരിച്ച് ചെയ്തു. അപ്പോൾ ഒരു എളുപ്പമായ മാർഗം തന്നെയായിരുന്നു. അപ്പോൾ ഈ നെറ്റ് എല്ലാ സ്ഥലത്തും നമുക്കിപ്പോൾ ഈ നെറ്റ് ആവശ്യമായി. മൊബൈലിൽ വീട്ടിലേക്ക് നെറ്റ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ മൊബൈലാണല്ലോ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് നെറ്റ് കിട്ടണം. ഈ നെറ്റ് മൊബൈൽ സംവിധാനങ്ങൾ എല്ലാവരും അത് ഒരു നന്നായിട്ട് നല്ല രീതിയിൽ നല്ല നിലയ്ക്ക് കാശിന് വേണ്ടി മാത്രമല്ലാതെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോവാണ്. ആഗ്രഹമല്ല, അത് ആവശ്യവുമാണ്. അത് നമുക്ക് എവിടെ പോയാലും, ഇപ്പോൾ ഏതെങ്കിലും, പണ്ട് ഞാനൊരു കടയിൽ ചെന്ന് സാധനം മേടിച്ച് കഴിയുമ്പോൾ നെറ്റ് നോക്കുമ്പോൾ എനിക്ക് നെറ്റില്ല, എൻ്റെ കയ്യിലെ പൈസ അവിടെ കൊടുക്കുള്ളൂ. അതും വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോരാ. ഇത് കുറേ 10-50 കിലോമീറ്റർ അകലെയൊക്കെ പോയപ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ വൈഫൈ ഉപയോഗിച്ച് അവർ എടുത്തു തരേണ്ടി വന്നു, കാശ് കൊടുക്കാൻ. കാരണം നമുക്ക് സാധനം മേടിച്ചിട്ടല്ല പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോരണ്ടേ. അപ്പോൾ അവരുടേതായ നെറ്റ് പാസ്വേഡ് ശരിയാക്കി തന്നതുകൊണ്ട് അത് ചെയ്തിട്ട് വന്നു. പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ നെറ്റ് വേണം ഉപയോഗിക്കാൻ. അതിന് നമുക്ക് എവിടെ പോയാലും ഏത് പ്രദേശത്ത് പോയാലും നെറ്റ് കിട്ടണം. ആ നെറ്റ് എങ്കിലേ ഇതുകൊണ്ടൊക്കെ ഉള്ളൊരു കാര്യമുള്ളൂ. പല ഓഫീസ് കാര്യങ്ങളും ചെയ്യാനും അപേക്ഷകൾ അയക്കാനും ഒക്കെ ഇതിലൂടെ സാധിക്കുമെന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഇപ്പോൾ കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ ഫേസ്ബുക്ക് മാത്രമാണ് എൻ്റെ ഒരു ഉപയോഗം. അതിന് ഗൂഗിൾ ക്രോമിലോ
ഒക്കെ കയറുള്ളൂ. അപ്പോൾ അതൊക്കെ വളരെ വ്യക്തമായിട്ട് തുറന്നു കിട്ടിയാലല്ലേ സാധിക്കുകയുള്ളൂ. അത് ചില ഡാറ്റ കൂടിയ സൈറ്റുകളിലൊന്നും നമുക്കതുകൊണ്ട് കയറാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു സാധനം മേടിച്ചിട്ട് എൻ്റെ കാശ് പോയി. കാരണം അവർ പല പ്രാവശ്യവും അതിൻ്റെ ടിക്കറ്റ് അയച്ചു തന്നിട്ട് എനിക്ക് കൃത്യസമയത്ത് ഈ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം അത് കിട്ടിയില്ല. അതിൻ്റെ ആ മെസ്സേജ് കിട്ടിയില്ല. കാരണം മൊബൈലിൽ നിന്ന് ഒരു കോളിന് പോലും നെറ്റില്ലാതെ അങ്ങ് പോവുകയാണ്. കുറേ നേരം നമുക്ക് കിട്ടാതെ വരുവാണ്. അവരൊക്കെ അതിൻ്റെ സമയം കണക്കാക്കി ആ സാധനം അതുകൊണ്ട് എനിക്ക് അവർ തിരിച്ചു കൊണ്ടുപോകുക അല്ലെങ്കിൽ മാറിത്തരുകയോ ചെയ്തില്ല. അങ്ങനെ ഒരു സമയപരിധി അങ്ങനെ ഒത്തിരി പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് അത് കിട്ടാതെ വന്നു. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ നെറ്റുകാർ നമ്മളെ ചതിക്കുന്നുണ്ട്. ഫോൺ എല്ലാ കമ്പനിക്കാരുടെയും കാര്യം പറയുന്നത്. നമ്മളവർക്ക് ഈ കമ്പനി വിട്ട് കാശ് കൂടിയ കമ്പനി അവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. ചില പ്രദേശങ്ങളിൽ നമുക്ക് നെറ്റ് വളരെ സ്പീഡ് കുറയുക. അവിടെ ഇതുപോലെ ആരും പരാതിപ്പെടാനും പറയാനും ഒന്നുമില്ല. അവർ കിട്ടുന്നത് നോക്കി മാറിപ്പോകുന്നതുകൊണ്ടാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചില സമയങ്ങളിൽ അത് കിട്ടാതെ വരും. അപ്പോൾ എല്ലാ കമ്പനിക്കാരും ഇത് നമുക്ക് എല്ലാവർക്കും അത് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് നെറ്റ് സംവിധാനം ഫോൺ കമ്പനിക്കാർ കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് കൊണ്ടുവരണം എന്നാണ് എനിക്കും പറയാനുള്ളത്.